2026 ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ ഫൈനലിലെത്തി നിൽക്കവേ വരൂ നമുക്ക് ഫുട്ബോളിനെ പറ്റി സംസാരിക്കാം എന്ന പേരിൽ ഒരു ചർച്ചാ സമ്മേളനം കറുകുറ്റി ദേശീയ വായനശാലയിൽ സംഘടിപ്പിക്കപ്പെട്ടു. ജൂലൈ 15 നടന്ന സമ്മേളനത്തിൽ ഫുട്ബോൾ ചരിത്രത്തിൻ്റെ നാൾവഴികൾ, രാഷ്ട്രീയം, വംശീയത, ആരാധകർ, സമ്പദ് വ്യവസ്ഥ, ആഗോള സമൂഹം എന്നിവയെല്ലാം ചർച്ചകളിൽ വിശകലനം ചെയ്യപ്പെട്ടു. ഗ്രന്ഥശാല കറുകുറ്റി മേഖലാ സമിതി സംഘടിപ്പിച്ച സമ്മേളനത്തിൽ ഗ്രന്ഥശാല സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി രതീഷ് മാണിക്യമംഗലം മുഖ്യപ്രഭാഷണം നടത്തി. എന്ന് മാത്രമല്ല, ഈ കളിയിൽ അർജന്റീന ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഫൈനലിൽ സ്പെയിനിനെ നേരിടുന്നു എന്നുള്ളതും ഒരു രസകരമായ കാഴ്ചയായിരിക്കും. ജയിച്ചു വന്നാൽ അത് അർജന്റീന തോൽക്കുകയും ലൂസേഴ്സ് ഫൈനലിൽ ഫ്രാൻസിനെ നേരിടുകയും ചെയ്താൽ കഴിഞ്ഞ വേൾഡ് കപ്പ് ഫൈനലിന്റെ ഒരു ആവർത്തനമായിട്ടാണ് ആ കളി മാറി. പക്ഷെ അർജന്റീന ജയിക്കുകയും ഫൈനലിൽ സ്പെയിനുമായി ഏറ്റുമുട്ടുകയും ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടും മാറ്റിവെക്കപ്പെട്ട ഫൈനലിസിമ എന്ന് പറയുന്ന മത്സരം, സ്പെയിനും അർജന്റീനയും തമ്മിൽ കളിക്കേണ്ടിയിരുന്ന ഫൈനലിസിമ മത്സരം റദ്ദാക്കപ്പെട്ടതിന്റെ ഒരു കോമ്പൻസേഷൻ കൂടിയായി ഈ വേൾഡ് കപ്പിന്റെ ഫൈനൽ മാറും. ഒരു പക്ഷേ മെസ്സി അടക്കമുള്ള ഒരു ജനുസ്, ഫുട്ബോളിലെ ഒരു ജനുസിന്റെ തുടർച്ചയിലെ അടുത്ത കണ്ണി യമാലാണ് നിശ്ചയമായി. ആ ഒരു മറഡോണയും സിദാനും മെസ്സിയും ഒക്കെ ഉൾപ്പെടുന്ന ഒരു പ്രത്യേകതരം ഫുട്ബോൾ കളിക്കുന്ന ആളുകളിലെ അടുത്തൊരാൾ യമാലാണ്. സ്വാഭാവികമായിട്ടും ലെമിൻ യമാലും മെസ്സിയും നേർക്ക് നിൽക്കുക എന്നുള്ളത് ഒരു കൗതുകരമായ, ഏതൊരു ഫുട്ബോൾ പ്രേമിയും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാഴ്ചയായിരിക്കും. ഒരു പക്ഷേ ഈ ഫൈനൽ അങ്ങനെ ആയിത്തീർന്നാൽ കുറച്ചുകൂടി രസകരമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പ്രകടനത്തിൽ ഒതുങ്ങി പോകേണ്ടതല്ലല്ലോ മെയ് ദിനം എന്നുള്ളത്. അത്രയും സാർവദേശികമായ മതനിരപേക്ഷമായിട്ടുള്ള ഒരു ഉള്ളടക്കമുള്ള ഒരു അത്രയും ചരിത്രപരമായി പ്രാധാന്യമുള്ള മറ്റൊരു സന്ദർഭവും ഒരുപക്ഷെ ഇന്ന് ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മെയ് ദിനം പോലെയില്ല. പക്ഷെ അത് അർഹിക്കുന്ന തരത്തിൽ ഒരു ആഘോഷിക്കപ്പെടുന്ന നിലവാരത്തിലേക്ക്, ആചരിക്കപ്പെടുന്നതിൽ നിന്നും ആഘോഷിക്കപ്പെടുന്ന നിലവാരത്തിലേക്ക് പലപ്പോഴും മെയ് ദിനം മാറാറില്ല എന്നുള്ള ഒരു പരിമിതിയുണ്ട്. പക്ഷെ ഇത്തരത്തിലൊരു സെക്യുലർ എന്ന നിലയിൽ മതനിരപേക്ഷപരമായി ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കൂടിച്ചേരുന്ന സന്ദർഭങ്ങളിൽ ഒന്ന് ഈ ലോകകപ്പ് ഫുട്ബോൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് സാമൂഹ്യമായി ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു കാര്യവുമാണ്. അതുകൊണ്ടുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം കൊമേഴ്ഷ്യലൈസ് ചെയ്യപ്പെടുകയും കൂടി ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമായിരുന്നു നമ്മൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഓർമ്മയിൽ, അല്ലെ, നമുക്ക് ഫുട്ബോൾ കളി നമുക്ക് പ്രക്ഷേപണം ചെയ്യാൻ, നമുക്ക് പൊതു സ്ഥലങ്ങളിൽ കാണിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായത് നമ്മുടെ ഫുട്ബോൾ ഓർമ്മകളിൽ ആദ്യമായിട്ടാണ്. നരവംശാസ്ത്രപരമായിട്ടുള്ള കാരണങ്ങൾ കൂടിയുണ്ട്, അവിടുത്തെ സാമൂഹികമായിട്ടുള്ള കാരണങ്ങൾ കൂടിയുണ്ട്. ഇപ്പൊ അർജന്റീനയിൽ ഇത് ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കുന്നത് അവിടുത്തെ തുറമുഖത്തിലെ തൊഴിലാളികളാണ് എന്നാണ്, അല്ലെങ്കിൽ റെയിൽവേ തൊഴിലാളികളാണ് എന്നാണ് പറയുന്നത്. ഈ ഫുട്ബോളിനെ ഏറ്റെടുക്കുന്നത് അവരാണിത് ആദ്യമായിട്ട് യൂറോപ്പിൽ നിന്നും ഏറ്റെടുക്കുകയും അവരുടേതായിട്ടുള്ള ശൈലിയിൽ ഇത് മാറുകയും ചെയ്തു. അതിന്റെ പുറകിൽ അർജന്റീനയുടേതായിട്ടുള്ള മറ്റു പല കാരണങ്ങളും അതിന്റെ പുറകിൽ കാണാൻ പറ്റും. അർജന്റീനയുടെ തന്നെ ഇപ്പോൾ ഗൗച്ചോ എന്ന് പറയുന്ന അർജന്റീനയുടെ ഒരു നാടോടി ആട്ടിടയ പാരമ്പര്യം അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നതായിട്ട് ആളുകൾ നിരീക്ഷിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് അർജന്റീനയിലെ ഈ ഇടുങ്ങിയ തെരുവുകളിലാണ് ഈ കുട്ടികൾ മുഴുവൻ കളിക്കുക. ഇപ്പൊ പീബെ എന്ന് വിളിക്കപ്പെടുന്ന അവിടുത്തെ ബാലന്മാർ, അവർ ഫുട്ബോൾ കളിക്കുന്നത് ചെറിയ ചെറിയ വളരെ ഇടുങ്ങിയ സ്പേസുകളാണ് അവർ ഫുട്ബോൾ കളിക്കുക. എന്നാൽ ഒരു ടീമിൽ 20 കളിക്കാരുണ്ടാവും. അപ്പോൾ സ്വാഭാവികമാർക്കും ഒരുപാട് സ്ഥലം ഉണ്ടാവില്ല, വളരെ ചുരുങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് വേണം ഈ കളി അവർക്ക് വികസിപ്പിച്ചെടുക്കാൻ. അതുകൊണ്ട് ഒരു ലോങ് പാസിന് അവിടെ ഒരു സ്കോപ്പില്ല. ഈ ചെറിയ സ്പേസിന്റെ അകത്ത് നിന്നുകൊണ്ട് വേണം അവർക്ക് ഈ ബോൾ പാസിംഗ് നടത്താനായിട്ട്. അതുകൊണ്ടാണ് നേരത്തെ ഇവിടെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു, അർജന്റീന ഗോൾ അടിക്കണമെങ്കിൽ അവർ ആ പോസ്റ്റിന്റെ അകത്ത് കുറെ പേര് വേണം എന്ന് പറയും. അവർക്ക് ആ ഇടുങ്ങിയ സ്പേസിന്റെ അകത്ത് കൂടെ എങ്ങനെ മുന്നേറാം എന്നുള്ളതാണ് അവരുടെ ഒരു ശൈലി രൂപപ്പെടുന്നത് തന്നെ ഈ കാരണങ്ങൾ കൊണ്ടാണ് എന്നുള്ളതാണ്. നമ്മൾ ഈ കണ്ടം എന്ന് പറയുന്നത് പോലെയുള്ള അവിടുത്തെ വളരെ ഇടുങ്ങിയ സ്ഥലങ്ങളിൽ ഒരുപാട് പേർ ചേർന്ന് കളിക്കേണ്ടി വരുമ്പോൾ അവർക്ക് സ്വാഭാവികമായി രൂപപ്പെടുന്ന ഒരു ശൈലിയാണ് ഇപ്പൊ ലാ നുസ്ത്ര എന്നാണ് അവരുടെ അന്നത്തെ കാലത്തെ ആ ശൈലിക്ക് അവർ പറയുന്ന ഒരു പേര്. ഈ പറയുന്നത് പോലെ പന്തടക്കം കൊണ്ടും ഡ്രിബ്ലിംഗ് കൊണ്ടും ചെറിയ പാസുകൾ കൊണ്ടും ഒക്കെയുള്ള അവരുടെ അർജന്റീനയുടെ പരമ്പരാഗത ശൈലിയെ ലാ നുസ്ത്ര എന്നാണ് അന്ന് പറയുന്നത്. അത് രൂപപ്പെടുന്നത് ഈ സാമൂഹ്യപരമായ കാരണങ്ങൾ കൊണ്ടാണ് അത് രൂപപ്പെടുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. പറയുന്ന എസ് ലാസിയോ എന്ന് പറയുന്ന ഇറ്റാലിയൻ ക്ലബ്ബ് മുസോളിനി വലിയ രീതിയിൽ സ്വന്തം നേരിട്ട് അതിന്റെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ലാസിയോനെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിച്ചത് അദ്ദേഹത്തിന്റെ തന്നെ ജനറൽമാരിൽ ഒരാളായിട്ടുള്ള ആൾക്കാരായിരുന്നു അതിന്റെ മാനേജ്മെന്റിൽ നിയന്ത്രിച്ചുകൊണ്ട് ഇരുന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ ഇതേ കാലത്ത് തന്നെ ഇതിന്റെ ഒരു കൗണ്ടർ പൊളിറ്റിക്സും കൂടിയുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ലിവോർണോ എന്ന് പറയുന്ന ഇറ്റാലിയൻ ക്ലബ്ബ് തൊഴിലാളി വർഗത്തിന്റെ താല്പര്യം ഉയർത്തിപ്പിടിച്ച ക്ലബ്ബായിരുന്നു. ഇപ്പൊ നമ്മൾ കേരളത്തിൽ വലിയ രാഷ്ട്രീയമുള്ള ആളുകളാണ് നമ്മൾ പറയും, അല്ലെ? പക്ഷെ നമ്മൾ ഇവിടെ കളി നടക്കുമ്പോഴൊന്നും നമ്മുടെ ഏതെങ്കിലും ക്ലബിന് വേണ്ടിയിട്ട് ചെങ്കുടിയൊന്നും പിടിച്ചിറങ്ങാറില്ല. പക്ഷെ ലിവോർണോയുടെ കളി നടക്കുമ്പോൾ അവിടെ ഇപ്പോഴും
ഇപ്പോഴും ആളുകൾ ചെങ്കോടി പിടിച്ച് കളി കാണാൻ വരും. ഇപ്പോഴും അരിവാൾ ചുറ്റികയിൽ പിടിച്ചുകൊണ്ട് അവിടെ ആളുകൾ കളി കാണാൻ വരും. അവിടെ ചെഗുവേരയുടെ അടക്കമുള്ള, ഈവൻ സ്റ്റാലിന്റെ അടക്കമുള്ള ചിത്രങ്ങളുമായി അവിടെ ലിവോർണോയുടെ കളി കാണാൻ ആളുകൾ വരും. ഇപ്പോൾ അത് സീരിയയിൽ നിന്നൊക്കെ പുറകിലേക്ക് പോയി ഏറ്റവും താഴെയുള്ള ഒരു ക്ലബ്ബായി മാറി. ഒരു കാലത്ത് സീരിയയിൽ കളിച്ചിരുന്ന ഒരു ക്ലബ്ബായിരുന്നു. എനിക്ക് അവർ അവസാനം വേൾഡ് കപ്പ് എടുക്കുന്ന സമയത്ത് പോലും ലിവോർണോ സീരിയയിൽ കളിച്ചിരുന്ന ക്ലബ്ബായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ ശക്തമായ, വളരെ പ്രകടനപരമായിട്ടുള്ള, അതിലൊരു മടിയും കാണിക്കാതെ അത്തരം ഒരു താല്പര്യം ഉയർത്തിപ്പിടിച്ചിരുന്ന, സമാനമായിട്ടുള്ള രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചിരുന്ന ക്ലബ്ബുകളെ നമുക്ക് സെർബിയയിലൊക്കെ കാണാൻ പറ്റും. അങ്ങനെ വളരെ കൃത്യമായി രാഷ്ട്രീയം ഉപയോഗപ്പെടുത്തിയിരുന്ന, പോസിറ്റീവായും നെഗറ്റീവായും, പുരോഗമനപരമായിട്ടും അതേപോലെ തന്നെ ഈ പറയുന്ന പോലെ പിന്തിരിപ്പിനായും ഫുട്ബോൾ ചരിത്രത്തിൽ പല ഘട്ടങ്ങളിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ വലിയ അർജന്റീന ആരാധകർ പോലും ഇപ്പോൾ 78-ലെ ലോകകപ്പ് വിജയത്തെ ഒരല്പം നിറമങ്ങിയതായിട്ടാണ് കണക്കാക്കുന്നത്. അത് ടീമിന്റെ കുഴപ്പം കൊണ്ടല്ല, അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം കൊണ്ടാണ്. അർജന്റീനയിൽ ഡിക്റ്റേറ്റർഷിപ്പ് നിലനിന്നിരുന്ന ഒരു ഘട്ടത്തിലാണ് 78-ൽ അവിടെ ലോകകപ്പ് നടക്കുന്നത് എന്ന് നമുക്കറിയാം. മെരിയോ കെമ്പസിന്റെ ലോകകപ്പ് നേട്ടം പക്ഷേ പിൽക്കാലത്തല്ല, അന്നത്തെ കാലത്ത് തന്നെ അന്ന് അവിടുത്തെ ഫാസിസ്റ്റ് ഭരണകൂടം, അവിടുത്തെ ഡിക്റ്റേറ്റർഷിപ്പ് അവരുടെ ഒരു പ്രചരണത്തിന്റെ ആയുധമായി, അവരുടെ ഭരണത്തിന്റെ ജനങ്ങളുടെ അംഗീകാരമായി ആ വേൾഡ് കപ്പ് വിജയത്തെ ഉപയോഗപ്പെടുത്തി എന്ന് പറയാറുണ്ട്. അതിന്റെ ഒരു വൈരുദ്ധ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 78-ലെ ലോകകപ്പിൽ അർജന്റീനയുടെ കോച്ച് അടിയുറച്ചൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. സീസർ മെനോട്ടി എന്ന് പറയുന്ന അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അദ്ദേഹം ഈ ഇതിൽ പക്ഷെ മാറി നിൽക്കുകയാണ് ചെയ്തത്. ഇതിനെ രണ്ടിനെയും നിങ്ങൾ രണ്ടായി കാണണം. ഒരിക്കലും ഈ ഭരണകൂടത്തിന് ഈ ഫുട്ബോളിന്റെ വിജയത്തെ ഉപയോഗപ്പെടുത്താൻ അവസരം കൊടുക്കരുത്. ഇത് ഫുട്ബോളിന്റെ വിജയമാണ്, ഇത് ഈ നാടിന്റെ വിജയമാണ്, ഇത് ഭരണകൂടത്തിന്റെ താല്പര്യങ്ങൾക്ക് വിട്ടുകൊടുക്കരുത് എന്ന് ആ ലോകകപ്പ് വിജയത്തിന് ശേഷം മെനോട്ടി തന്റെ കളിക്കാരോടും ലോകത്തിൽ അർജന്റീനയുടെ ആരാധകരോടും ഒരു അഭ്യർത്ഥന നടത്തുക കൂടി ചെയ്തിട്ടുള്ള ഒരു അടിയുറച്ചൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അന്നത്തെ 78-ന്റെ കോച്ച് എന്ന് പറയുന്നത്. കഥാകൃത്ത് നെൽസൺ ജി, ദേശീയ വായനശാല സെക്രട്ടറി ഹരിപ്രസാദ് നാരായണൻ എന്നിവർ ലോകകപ്പ് ഫുട്ബോളിൻ്റെ നാൾ വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ആരവങ്ങൾക്കിടയിൽ ഈ മഹാകായികമേളയെ സ്വാധീനിക്കുന്ന വിവിധങ്ങളായ ഘടകങ്ങളിലേക്ക് ശ്രോതാക്കളുടെ ശ്രദ്ധയെ കൊണ്ടുപോയി. ഫുട്ബോൾ ലാറ്റിൻ അമേരിക്കയുടെ കവിതയും യൂറോപ്പിൻ്റെ ഗദ്യവും, നൃത്തത്തിൽ നിന്ന് യന്ത്രത്തിലേക്ക് ഫുട്ബോളിൻ്റെ പരിണാമം. ബ്രസീലിലും അർജന്റീനയിലും ഫുട്ബോൾ ജനിച്ചത് തെരുവുകളിലും കടൽ തീരങ്ങളിലും ഫവേലകളിലുമായിരുന്നു. അവിടെ കളിക്കാരൻ പഠിച്ചത് ഡ്രിബ്ലിങ്ങും സൃഷ്ടിപരതയും അപ്രതീക്ഷിതത്വവും. യൂറോപ്പിൽ പ്രത്യേകിച്ച് 1990-കൾക്ക് ശേഷം ഫുട്ബോൾ ശാസ്ത്രീയ പരിശീലനത്തിൻ്റെയും ഡാറ്റ വിശകലനത്തിൻ്റെയും ഫിറ്റ്നസിൻ്റെയും ടാക്റ്റിക്കൽ അച്ചടക്കത്തിൻ്റെയും കളിയായി മാറി. 1995-ലെ ബോസ്മാൻ വിധിക്ക് ശേഷം യൂറോപ്യൻ ക്ലബ്ബുകൾക്ക് ലോകമെമ്പാടുമുള്ള പ്രതിഭകളെ എളുപ്പത്തിൽ സ്വന്തമാക്കാൻ കഴിഞ്ഞു. ഇതോടെ ബ്രസീലിലെയും അർജന്റീനയിലും മികച്ച കളിക്കാർ ചെറുപ്പത്തിലെ യൂറോപ്പിലേക്ക് പോയി. അവിടെ അവരുടെ സ്വാഭാവിക കളിശൈലി യൂറോപ്യൻ ടാക്റ്റിക്കൽ സംവിധാനങ്ങളുമായി ഇഴചേർന്നു. അതുകൊണ്ട് ഇന്ന് ബ്രസീലിയൻ താരങ്ങൾ യൂറോപ്യൻ ശൈലിയിലെ അച്ചടക്കത്തോടെ കളിക്കുന്നു. 1970-ലെ ബ്രസീൽ ലോകകപ്പ് ടീം ഫുട്ബോളിനെ ഒരു കലാരൂപമായി അവതരിപ്പിച്ചു. എന്നാൽ 1982-ലെ ബ്രസീൽ ടീം അതിസുന്ദരമായി കളിച്ചിട്ടും ലോകകപ്പ് നേടിയില്ല. അതിനുശേഷം ഒരു ചിന്ത ശക്തമായി, സുന്ദരമായി തോൽക്കുന്നതിനേക്കാൾ സാധാരണയായി കളിച്ച് ജയിക്കുന്നതാണ് നല്ലത്. ഈ സമീപനം യൂറോപ്യൻ പരിശീലകരുടെ വിജയങ്ങളോടെ കൂടുതൽ ശക്തമായി. ആധുനിക യൂറോപ്യൻ ഫുട്ബോൾ വ്യക്തിഗത പ്രതിഭയേക്കാൾ കൂട്ടായ്മയെ മുൻനിർത്തുന്നു. ഉയർന്ന പ്രസ്സിംഗ്, സ്പേസ് നിയന്ത്രണം, ട്രാൻസിഷൻ, പൊസിഷണൽ പ്ലേ ഇവ കാരണം ഒരു ഡ്രിബ്ലർ പഴയകാലത്തെ പോലെ സ്വതന്ത്രമായി കളിക്കാൻ അവസരം കുറയുന്നു. അതുകൊണ്ടാണ് ഇന്ന് പെലെ, ഗരിഞ്ച, മറഡോണ എന്നിവരുടെ കാലത്തെ പോലെ നിരന്തരം ഡ്രിബിൾ ചെയ്യുന്ന താരങ്ങൾ അപൂർവമാകുന്നത്. ഇന്ന് ഫുട്ബോളിന്റെ സൗന്ദര്യം അപ്രത്യക്ഷമായിട്ടില്ല, പകരം അത് പുതിയ രൂപങ്ങൾ സ്വീകരിച്ചു. സ്പെയിനിന്റെ ടിക്കിടാക്കയിൽ പാസുകളുടെ സൗന്ദര്യമുണ്ട്. പെപ് ഗാർഡിയോളയുടെ ടീമുകളിൽ പൊസിഷണൽ കവിതയുണ്ട്. മെസ്സിയുടെ കളിയിൽ ഇന്നും ലാറ്റിൻ അമേരിക്കൻ തെരുവുകളുടെ ആത്മാവുണ്ട്. ഒരു കാലത്ത് ലാറ്റിൻ അമേരിക്ക ഫുട്ബോളിനെ ഒരു നൃത്തമാക്കി, യൂറോപ്പ് അതിനെ ഒരു ശാസ്ത്രമാക്കി. നൃത്തം പൂർണ്ണമായും ഇല്ലാതായിട്ടില്ല, പക്ഷേ ഇന്നത് കർശനമായ താളത്തിൽ ചുവടുവെക്കുകയാണ്.
യൂറോപ്യൻ ഫുട്ബോൾ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിനെ നിയന്ത്രിക്കുകയും പുനർനിർവചിക്കുകയും ചെയ്തു. ജോഗോ ബൊണീറ്റോ മരിച്ചിട്ടില്ല. അത് ഇന്ന് ടാക്ടീസിൻ്റെ യൂണിഫോം ധരിച്ചാണ് കളിക്കുന്നത്. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ഒരു കളി ശൈലിയല്ല, അത് ഒരു സാംസ്കാരിക ഭാഷയാണ്. പഴയ ബ്രസീലിനെ നോക്കൂ. സാംബയുടെ താളവും കാപ്പോയേരയുടെ ശരീരഭാഷയും തെരുവുകളിലെ സ്വാതന്ത്ര്യവും പന്തിൽ ലയിച്ചപ്പോൾ അതിന് ജോഗോ ബൊണീറ്റോ, അതായത് സുന്ദരമായി കളി എന്ന പേര് കിട്ടി. അവിടെ ഗോൾ നേടുക മാത്രമല്ല ലക്ഷ്യം, ഗോൾ സൃഷ്ടിക്കുന്ന നിമിഷവും ഒരു കലാസൃഷ്ടിയാകണം. പെലെ, ഗാരിഞ്ച, സീക്കോ, സോക്രട്ടീസ്, റൊണാൾഡോ, റൊണാൾഡിഞ്ഞോ ഇവർ വെറും ഫുട്ബോൾ താരങ്ങളായിരുന്നില്ല, പന്തുകൊണ്ട് കവിത എഴുതിയ കലാകാരന്മാരായിരുന്നു. അർജന്റീനയുടെ ഫുട്ബോൾ ബ്യൂണസ് ഐറീസിൻ്റെ ടാങ്കോയാണ്. അതിൽ സൗന്ദര്യവും വിഷാദവും പോരാട്ടങ്ങളുമുണ്ട്. മറഡോണയുടെ ഡ്രിബ്ലിംഗിൽ ഒരു കലാപമുണ്ടായിരുന്നു. മെസ്സിയുടെ ഓട്ടത്തിൽ സമയത്തെ മറികടക്കുന്ന ഒരു നിശബ്ദ കവിതയുണ്ട്. ഒരു കാലത്ത് ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിൽ പരിശീലകൻ വഴികാട്ടിയായിരുന്നു. എന്നാൽ മൈതാനത്ത് അവസാന തീരുമാനം കളിക്കാരൻ്റെ ഭാവനയ്ക്കായിരുന്നു. വിഖ്യാത ഉറേക്കൻ എഴുത്തുകാരൻ എഡ്വാർഡോ ഗാലിയോനയുടെ കാഴ്ചപ്പാടിൽ ഡ്രിബ്ലിംഗ് ഒരു സാങ്കേതിക വിദ്യ മാത്രമല്ല, അത് മനുഷ്യൻ്റെ സൃഷ്ടിപരമായ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനമാണ്. ഇന്ന് ഫുട്ബോൾ കൂടുതൽ വേഗതയുടെയും കണക്കുകൂട്ടലിൻ്റെയും അച്ചടക്കത്തിൻ്റെയും ലോകമാണ്. യൂറോപ്പ് ഫുട്ബോളിനെ കൂടുതൽ കാര്യക്ഷമമാക്കി, പക്ഷേ അതിന് ആത്മാവും താളവും സ്വപ്നവും നൽകിയത് ലാറ്റിൻ അമേരിക്കയായിരുന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഫുട്ബോളിൽ മറ്റൊരു വലിയ വിപ്ലവം സംഭവിച്ചു. അത് മൈതാനത്തല്ല, വിപണിയിലായിരുന്നു. ടെലിവിഷൻ സംപ്രേഷണ അവകാശങ്ങൾ, ബഹുരാഷ്ട്ര കമ്പനികളുടെ സ്പോൺസർഷിപ്പുകൾ, ബ്രാൻഡ് മൂല്യം, ജേഴ്സി വിൽപ്പന, ഡിജിറ്റൽ മാധ്യമങ്ങൾ ഇവയൊക്കെ ചേർന്ന് ഫുട്ബോളിനെ ഒരു ആഗോള വ്യവസായമാക്കി. ഒരു കാലത്ത് ക്ലബ്ബുകൾ നഗരങ്ങളുടെ അഭിമാനമായിരുന്നു. ഇന്ന് അവയിൽ പലതും $1 ബില്യൺ മൂല്യമുള്ള ആഗോള ബ്രാൻഡുകളാണ്. മത്സരങ്ങളുടെ വേഗത വർദ്ധിച്ചു, പിഴവുകൾ കുറയ്ക്കുന്ന പരിശീലന രീതികൾ വന്നു. ഓരോ ഓട്ടവും, ഓരോ പാസും, ഓരോ സ്പ്രിൻറ്റും ഡാറ്റയായി മാറി. ഈ വാണിജ്യവൽക്കരണം ഫുട്ബോളിന് മികച്ച സ്റ്റേഡിയങ്ങളും ശാസ്ത്രീയ പരിശീലനവും വൈദ്യശാസ്ത്രത്തിൻ്റെ പിന്തുണയും ആഗോള പ്രേക്ഷകരെയും സാമ്പത്തിക സ്ഥിരതയും നൽകി. എന്നാൽ ലാഭം കളിയെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ കലയുടെ സ്വാതന്ത്ര്യം കുറയുന്നു. എഡ്വാർഡോ ഗലിയാനോ തൻ്റെ ഫുട്ബോൾ ഇൻ സൺ ആൻഡ് ഷാഡോ എന്ന കൃതിയിൽ ഫുട്ബോളിലെ ആനന്ദത്തെ വിപണി വിഴുങ്ങുന്നതിനെക്കുറിച്ച് വ്യാകുലപ്പെടുന്നുണ്ട്. ഫുട്ബോൾ ആദ്യം ഒരു ആഘോഷമായിരുന്നു, പിന്നീട് അതൊരു വ്യവസായമായി മാറി. ഒരു വശത്ത് ഫുട്ബോൾ ലോകത്തിലെ ഏറ്റവും ജനപ്രിയ കായിക വിനോദമാണ്, മറുവശത്ത് അത് ലോകത്തിലെ ഏറ്റവും വലിയ വിനോദ വ്യവസായങ്ങളിലൊന്നുമാണ്. ഒരു കാലത്ത് ഫുട്ബോൾ ജനങ്ങൾ സൃഷ്ടിച്ച കലയായിരുന്നു. ഇന്ന് ആ കലയെ ജനങ്ങൾ സ്നേഹിക്കുന്നു. പക്ഷേ അതിൻ്റെ വേദിയും സമയവും മൂല്യവുമെല്ലാം നിർണ്ണയിക്കുന്നത് വിപണിയാണ്. ലോകമറിയുന്ന വലിയ കളിക്കാരെല്ലാവരും ദാരിദ്ര്യത്തിൽ നിന്നും ഉയർന്നു വന്നവരാണ്. നമ്മളറിയുന്ന പെലെ എന്ന ഫുട്ബോൾ മാന്ത്രികൻ മുന്തിരികൾ നിറച്ച തുണിയിൽ കെട്ടി ഉണ്ടാക്കിയ പന്ത് കാലുകൊണ്ട് തട്ടി കളി പഠിച്ചയാളാണ് അത്രേ ശ്രീ പെലെ. അതേപോലെ തന്നെ മറഡോണയുടെ ചരിത്രവും നമുക്കറിയാം. ബ്യൂണോസ് അയേഴ്സിലെ ബാരിയോകളിൽ നിന്നും കൊടും ദാരിദ്ര്യത്തിൽ നിന്നും വളർന്നു വന്നയാളായിരുന്നു ഡിഗോ മറഡോണ. അപ്പൊ ഈ ഓരോ കലാകാരന്മാരും, ഈ ഓരോ കളിക്കാരും ഓരോ കലാകാരന്മാർ തന്നെയാണ്. പെലെ ഒരു ക്ലാസിക്കൽ രൂപഭംഗിയുള്ള ഒരു ഗാനമാണ് പെലെ എന്നുണ്ടെങ്കിൽ, ഒരു വിപ്ലവ ഗാനമാണ് മാറഡോണ എന്ന് പറയാറുണ്ട്. മെസ്സി ആകട്ടെ ക്ലാസിക്കൽ ശൈലിയിൽ കുത്തിയെടുത്തൊരു മാർബിൾ ശില്പം പോലുള്ള ചാരുതയാർന്ന ശില്പരൂപമാണ് മെസ്സിയുടെ കളിയെന്നും പറയാറുണ്ട്. ഇന്നും ഞാൻ ഓർക്കുന്നു 98-ലെ വേൾഡ് കപ്പിന്റെ ഫൈനലിൽ ബ്രസീലിനെതിരെ ഫ്രാൻസിന്റെ ആദ്യത്തെ ഗോൾ സിനദീൻ സിദാൻ നേടുമ്പോൾ ആ ഒരു കോർണർ കിക്കിൽ നിന്നും ഹെഡറിലൂടെയാണ് അദ്ദേഹം ആ ഗോൾ നേടുന്നത്. അന്ന് പെനാൽറ്റി ബോക്സിൽ 8 പേരോളം ഉണ്ടായിരുന്നു ബ്രസീലിന്റെ. അത്രയും ആളുകളെ മറികടന്ന് ആ ഒരു ഹെഡറിലൂടെ ആ ഗോൾ നേടണമെന്നുണ്ടെങ്കിൽ സിനദീൻ സിദാൻ വെറും ഒരു കളിക്കാരനല്ല, മറിച്ച് അയാൾ ഒരു മാന്ത്രികൻ തന്നെയാണെന്ന് നമുക്ക് തോന്നിയ നിമിഷമായിരുന്നു 98-ലെ ഫൈനൽ. പാരീസിൽ അവരുടെ ഹോം ഗ്രൗണ്ടിൽ തന്നെ നടന്ന ഒരു മത്സരമായിരുന്നു അത്. ദേശീയ വായനശാല പ്രസിഡന്റ് കെ ഗോപി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. വിചക്ഷണന്മാരൊക്കെ പറയുന്നത് ഏറ്റവും ബുദ്ധി പ്രയോഗിച്ച് കളിക്കേണ്ട കളിയാണ് ഫുട്ബോൾ എന്നാണ്. പലരും ക്രിക്കറ്റൊക്കെ ആണെന്ന് പറയും, അല്ലെങ്കിൽ ചെസ്സാണെന്ന് പറയും. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായി
ഏറ്റവും കൂടുതൽ ബുദ്ധി ഉപയോഗിച്ച് 11 കളിക്കാരെ അല്ലെങ്കിൽ 11 പ്രതിഭകളെ ഒരേ സമയം കണ്ടുകൊണ്ട് പന്ത് മുന്നോട്ടെടുക്കാൻ അല്ലെങ്കിൽ പന്ത് പിന്നോട്ടെടുക്കാനും കഴിയുന്ന ഒരവസ്ഥയിലേക്ക് കളിക്കാരൻ മാറുമ്പോഴാണ് ആ കളി യഥാർത്ഥ രൂപത്തിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ കളിക്കാർ തമ്മിലുള്ള ഈ മത്സരവും അതോടൊപ്പം തന്നെ ബുദ്ധിപരമായ പ്രയോഗവും ഗോളടിക്കാനുള്ള വൈദഗ്ധ്യവും എല്ലാം ചേരുമ്പോഴാണ് കളിയുടെ ഒരു പരമകാഷ്ഠ നമ്മൾ കാണുന്നത്. ഗ്രന്ഥശാല കറുകുറ്റി മേഖലാ സമിതി കൺവീനർ AC ജയൻ സ്വാഗതം ആശംസിച്ചു. ഇപ്പോൾ മൂന്നാം ലോക രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങൾ അവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ധാതു സമ്പത്തും അല്ലെങ്കിൽ സ്വർണവും ഇനിയൊക്കെ ഉള്ളത്. പക്ഷേ അവരെയെല്ലാം കൊള്ളയടിച്ച് ഇവിടുത്തെ യൂറോപ്യന്മാർ തടിച്ചു വീർത്തപ്പോൾ ആഫ്രിക്കൻ കൺട്രീസിലെ ജനങ്ങൾ പട്ടിണിയിലാണ്. പക്ഷേ ഈ വേൾഡ് കപ്പ് കാണിക്കുന്നത് ആഫ്രിക്കയിൽ നിന്ന് 10 രാജ്യങ്ങളിൽ 9 രാജ്യവും റൗണ്ട് ഓഫ് 32 കടന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് എത്രയും അവരെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു, ഒരുപാട് വിഷമിച്ചു, ഒരുപാട് പ്രയാസങ്ങൾക്കിടയിലാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ മത്സരിച്ചുകൊണ്ട് അവർ ഈ പറയുന്ന നേട്ടം കൈവരിച്ചുകൊണ്ട് പോകുന്നത്. ആത്യന്തികമായി വിജയിക്കുന്നതിലേക്ക് അവർക്ക് പറ്റുന്നില്ല. കാരണം ഒരു സെമിഫൈനൽ മൊറോക്കോ പോലെ രാജ്യം സെമിഫൈനൽ എത്തുകയോ അതല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്ക് ഒരു ക്വാർട്ടർ ഫൈനലിൽ എത്തുകയോ ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഒരു ഫൈനലിസ്റ്റ് ആവാൻ അല്ലെങ്കിൽ ചാമ്പ്യൻ ആകാൻ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് കഴിയുന്നില്ല. അത് എന്തുകൊണ്ടാണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ പിന്നെ യൂറോപ്യൻ ശക്തിയുടെ അധിനിവേശ രാഷ്ട്രങ്ങൾ മാത്രമാണ് എപ്പോഴും ചാമ്പ്യന്മാരായി വരുന്നത്. അതിൻ്റെ രാഷ്ട്രീയം. അപ്പോൾ ഈ ഫുട്ബോൾ രംഗത്ത് കൃത്യമായ രാഷ്ട്രീയമുണ്ടെന്നും ആ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യേണ്ടത് സമ്പദ്വ്യവസ്ഥയുമായ മേഖലയിലാണെന്ന് കൂടി ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടിയാണ്. ദേശീയ വായനശാല കമ്മിറ്റി അംഗം വർഗീസ് പള്ളിയാൻ കൃതജ്ഞത പ്രകാശിപ്പിച്ചു. സദസ്സിലുണ്ടായിരുന്നവരും ചർച്ചകളിൽ പങ്കെടുത്തു.